ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ റെഡിയായി തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് യൂബറൊക്കെ ബുക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പണ്ട് ഇവിടെ യൂബറൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർക്ക്. പ്രോപ്പർ പ്ലേസ് വടക്കാഞ്ചേരിയാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ യൂബറൊക്കെ അവൈലബിൾ ആയി തുടങ്ങി കുറച്ച് നാളായിട്ട്. യൂബർ കിട്ടി, യൂബർ ബുക്ക് ചെയ്ത് യൂബറിൽ കയറി പോവുകയാണ് ഞങ്ങൾ. ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തും. ഞാൻ വടക്കുന്നാഥൻ ടെമ്പിളാണ് ലൊക്കേഷൻ കൊടുത്തത്. അങ്ങനെ ഇന്ന് സാധാരണത്തെക്കാളും തൃശ്ശൂർ പോകുമ്പോൾ കാണാറുള്ളതിനേക്കാളും ബ്ലോക്ക് നന്നായിട്ടുണ്ടായിരുന്നു. മേ ബി ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് ഇന്നാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കുറേ ആളുകൾ വരുന്നുണ്ടാവും. ഇതിപ്പോൾ ഞങ്ങൾ റൗണ്ട് എത്താറായി. ഇത് വടക്കേ സ്റ്റാൻഡിൻ്റെ അതിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ വടക്കേ സ്റ്റാൻഡൊന്നല്ല, കുറേ ചേഞ്ചായി, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വടക്കേ സ്റ്റാൻഡിനൊക്കെ. അതുപോലെ ഇപ്പോൾ കാണുന്നത് ശക്തൻ പാലസാണ് കേട്ടോ. എല്ലാവർക്കും അറിയുണ്ടാവും, തൃശ്ശൂർകാർക്കൊക്കെ. അത് മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പോൾ തുറന്നിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ വീണ്ടും പോയായിരുന്നു അതിന് ശേഷം. ഇപ്പോൾ നല്ല രസമായിട്ടുണ്ട് കാണാനൊക്കെ. പിന്നെ ഇത് വടക്കേച്ചിറയുടെ അത് കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഈ പ്ലേസസ് ഒന്നും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, തൃശ്ശൂർകാർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും. പിന്നെ ഇവിടെ തന്നെയാണ് ഞാൻ പഠിച്ചതൊക്കെ, അതുകൊണ്ട് എനിക്കിതൊക്കെ ഒരു നൊസ്റ്റുമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ എത്തി കേട്ടോ. പാറമേക്കാവിൻ്റെ അവിടെ, പാറമേക്കാവിൻ്റെ ഓപ്പോസിറ്റുള്ള വടക്കേനാഥിൻ്റെ നടയുടെ ഫ്രണ്ടിലാണ് ഇത് വരുന്നത്. ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ അനിയനും മോനും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 40 രൂപയാണ്. 40 രൂപ വെച്ച് ടിക്കറ്റ് എടുത്തു. മോൻ ചെറുതായതുകൊണ്ട് അവന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ കുറേ ചവിട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇവിടെ അത്യാവശ്യത്തിന് റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. റേറ്റ് കുറവൊന്നുമല്ല, നമ്മൾ പുറത്ത് കിട്ടുന്നതിനേക്കാളൊക്കെ റേറ്റ് ഉണ്ട്. പിന്നെ ഇതാ ടോയ്സ് കാണാം. ടോയ്സിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും മോന് അവിടെ നിന്ന് പോരുന്നില്ല. അവനത് കണ്ടപ്പോൾ അവിടെ നിന്നു. അപ്പോൾ എന്തായാലും ഒരു ടോയ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ കാറാണ് ഏറ്റവും ഇഷ്ടം. എന്ത് വന്നാലും അവന് കാറ് മാത്രം മതി. അപ്പോൾ ഈ കാറ് ഞാൻ പറഞ്ഞു വൈറ്റ് അല്ലേ, അത് ഓൾറെഡി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവനതിൻ്റെ ബ്ലൂ എടുത്തു. പിന്നെ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ സോഫ സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അലമാരി, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി അവരോട് പറഞ്ഞ് ബുക്ക് ചെയ്യാൻ തോന്നുന്നു. നമ്മൾ ജസ്റ്റ് അതിലൂടെ കടന്നു പോയി ചെയ്തേ. വീണ്ടും പിന്നെ പാത്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ ഭരണികൾ, അങ്ങനത്തെ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതിനൊക്കെ കുറച്ച് വില കുറവാണ് കേട്ടോ. പിന്നെ ബാഗ്സൊക്കെ കുറേ കളക്ഷൻ ഉണ്ട്. ഹാൻഡ് ബാഗുകൾ, അതുപോലെ തന്നെ ബാക്ക് ബാഗുകളും കുറേ കളക്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. പിന്നെ ഇവിടെ ചൂത്താസ്, നല്ല ഭംഗിയുള്ള ചൂത്താസ് കാണാനുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഭംഗി കണ്ട് ഇങ്ങനെ നടന്നു. ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തെ മിഠായികളാട്ടോ. മിക്ക എക്സിബിഷന് പോയാലും ഇത് കാണാൻ പറ്റും. പിന്നെ വീണ്ടും ബെഡ്ഷീറ്റും പുതപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീണ്ടും. പിന്നെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ കുറേ ഡ്രസ്സ് കിടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നോക്കി നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ നടന്നു. ഈ ഹൽവ, ഇവിടുത്തെ നല്ല ടേസ്റ്റുള്ള ഹൽവകളുണ്ടായിരുന്നു. അതൊക്കെ ഗോതമ്പ് ഹൽവ, അങ്ങനത്തെ ചക്ക ഹൽവ, അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ മുന്നേ അത് വന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വീണ്ടും ടോയ്സാണ്. അപ്പോൾ മോൻ വീണ്ടും അവിടെ നിന്നു. എന്തായാലും അവന് പഠിക്കാൻ കുറച്ച് ബുക്സ് വാങ്ങി. 2 ബുക്ക് വാങ്ങി. ABCDയുടെയും മലയാള അക്ഷരമാല പഠിക്കാനുള്ള ബുക്ക് വാങ്ങി. കളിപ്പാട്ടം മാത്രം വാങ്ങിക്കൊടുത്താൽ മതിയില്ലല്ലോ, ബുക്സും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബുക്കും വാങ്ങിക്കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ദാഹിച്ചപ്പോൾ ഞങ്ങൾ ജ്യൂസ് വാങ്ങി കുടിച്ചു. മാംഗോ ജ്യൂസും മിൽക്ക് സർബത്തുമാണ് വാങ്ങിയത്. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. നല്ല തിരക്കായിരുന്നു ജ്യൂസ് കടയിൽ. പിന്നെ ഇത് വേറെ കുറച്ച് ഇരിക്കാനുള്ള കസേരകൾ, അതുപോലെ തന്നെ സ്റ്റാൻഡുകൾ, അതൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ട് കണ്ടു. നല്ല റേറ്റും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ഭംഗി കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടന്നു പോയി. ഇത് ഈ ആനയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ സംഭവം, അത് നല്ല ഭംഗിയിൽ അങ്ങനെ അലങ്കരിക്കാനൊക്കെ ഉള്ള രീതിയിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഷോളുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല മിറർ വർക്ക് ചെയ്തിട്ടുള്ള ഷോളുകളൊക്കെ കാണാൻ പറ്റി. അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് അങ്ങനെ നടന്നു പോയി.
അലങ്കാരത്തിന് വെക്കാൻ പറ്റുന്ന ബൊമ്മകളും പ്രതിമകളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫോട്ടോസ്, പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോസ്, ഈശോയുടെയും കൃഷ്ണൻ, അങ്ങനെ എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പൂക്കളുടെ ഒരു വീട്ടിൽ അലങ്കാരത്തിന് വെക്കുന്ന പൂക്കൾ അവർ നല്ല ഭംഗിയായിട്ട് അടുക്കി മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ പേര് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് അതുപോലെ തന്നെ വീടുകളിൽ വെക്കാൻ പറ്റിയ ഫ്ലവേഴ്സുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ കടയിലുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് പറ്റിയ ഡ്രസ്സുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഷർട്ടുകളും പാൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ റേറ്റ് അത്യാവശ്യത്തിനുണ്ടെന്നാണ് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൈഡ്സൊക്കെ എത്തുന്ന സ്ഥലത്ത് എത്താറായി. അത് കണ്ടപ്പോഴേക്കും മോന് അതിലൊക്കെ കയറണം എന്നായി. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാം വലിയ വലിയ റൈഡുകളാണ്. അപ്പോൾ മോന് പറ്റിയ വല്ല റൈഡും ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് റൈഡ്സുകൾ കണ്ടു. അപ്പോൾ അവനെ അതിലൊക്കെ കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഈ ബജ്ജിക്കട കണ്ടു. നമ്മൾ ഈ എക്സിബിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബജ്ജിയും കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഒന്ന് നിർബന്ധമാണല്ലോ. അത് എല്ലാവരും കഴിച്ചിട്ടേ പോകാറുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പ്ലേറ്റ് കോളിഫ്ലവർ ഫ്രൈ വാങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി അവർ തന്നായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ആ ചമ്മന്തിയും കോളിഫ്ലവറും കൂടി കഴിക്കാൻ. മോനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല കോംബോ ആയിരുന്നു അത്. അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു. പിന്നെ തിരക്കും ചൂടും ഒക്കെ ആയതുകൊണ്ട് ക്ഷീണമാവുമായിരുന്നു പെട്ടെന്ന്. റൈഡ്സൊക്കെ കണ്ടപ്പോൾ കുറേ നേരം അവിടെ നോക്കി നിന്നു. വലിയ വലിയ റൈഡ്സുകളാണുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ റൈഡ്സിലൊക്കെ കയറാൻ ഇഷ്ടമായിരുന്നു. പിന്നെ അവിടെ ബോട്ടിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് സ്പേസിൽ മാത്രമാണ് ഈ ബോട്ടിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ കയറണ്ട, കാരണം കുറച്ചല്ലേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്നൊക്കെ മോനെയൊക്കെ ബോട്ടിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ആ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ വേറെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജയൻറ്റ് വീലിലും ഇതിലൊക്കെ കയറാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കയറിയായിരുന്നു. ഞങ്ങൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഒപ്പം വരുമ്പോൾ ഇതിലെല്ലാം കയറുമായിരുന്നു. അന്നൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വലുതായപ്പോൾ നമുക്ക് അതിനോടൊക്കെയുള്ള ഇൻട്രസ്റ്റ് പോയി. നമുക്കിങ്ങനെ ഫുഡ്, അതുപോലെ ഡ്രസ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി ഇൻട്രസ്റ്റ്. പക്ഷെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പോലെ നല്ല ഇൻട്രസ്റ്റാണ് ഇപ്പോൾ. പക്ഷേ ഇതിലൊന്നും എൻ്റെ മോനെ കയറ്റാൻ പറ്റില്ല, കാരണം അവൻ കുഞ്ഞിതായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ റൈഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു അവിടെ. അപ്പോഴാണ് ഒരു കാറ് ഇങ്ങനെ കണ്ടു. കാറ് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ അവരെ ഉണ്ടി കൊടുക്കുമ്പോൾ ഈ കാറ് ഇങ്ങനെ കറങ്ങും. അതിന് 50 രൂപയായിരുന്നു ഒരു ടിക്കറ്റിന്. എന്നാൽ അവൻ അതിന് കയറ്റി, അവന് ഹാപ്പിയായി. അവൻ ഈ ഗ്രീൻ കളർ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഗ്രീനാണ്. അതുകൊണ്ട് ഗ്രീൻ കാറിൽ തന്നെ അവൻ കയറിയിരുന്നുണ്ട്. അങ്ങനെ അവൻ അതിൽ കുറേ നേരം എൻജോയ് ചെയ്തു. അവിടെ മൊത്തം നല്ല തിരക്കായിരുന്നു. ബാക്കി റൈഡ്സുകളിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഇതിലധികം തിരക്കുണ്ടായിരുന്നില്ല. ഇത് കൊച്ചു കുട്ടികളുടെ ആയ കാരണമാണെന്ന് തോന്നുന്നു. അതുപോലെ വേറെ റൈഡ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ അവിടെ വേറെ കുറച്ച് റൈഡ്സുകൾ കണ്ടു. അപ്പോൾ മോന് പാർക്കിൽ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഇതും വിചാരിച്ചാണ് ഈ എക്സിബിഷന് വരുന്നത് തന്നെ. അപ്പോൾ എന്തായാലും അതിലൊക്കെ കയറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഹെലികോപ്റ്റർ കണ്ടു. ഹെലികോപ്റ്റർ ആണെങ്കിലും അവന് ഇരിക്കാൻ പറ്റുന്ന ഇതിലായിരുന്നു ഉള്ളത്. സേഫായിട്ടായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറ്റി. അതിലും അവൻ ഗ്രീൻ കളർ ഹെലികോപ്റ്റർ തന്നെ നോക്കി കയറി. അത് കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി അവർ ഒരു മെഷീൻ വെച്ചാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. കൂടാതെ കുറേ റൈഡ്സ് അവിടെ ഉണ്ടായിരുന്നു. ബൈക്കും അതുപോലെ തന്നെ ഈ ഡിസ്കോ ഡാൻസിൻ്റെ പണ്ട് നമ്മൾ കളിക്കാറുള്ള സംഭവം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജീപ്പ് കണ്ടു. അപ്പോൾ ജീപ്പും കുറച്ച് സേഫാണെന്ന് തോന്നി. അപ്പോൾ അവനെ കയറ്റാൻ പറ്റുന്ന പോലെ തോന്നിയപ്പോൾ അവൻ അതിലും കൂടി കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലും അവൻ ഗ്രീൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ നൊസ്റ്റാണ് വരുന്നത്. പണ്ട് നമ്മുടെ അമ്മയുടെയും വല്യമ്മയുടെയും ഒക്കെ കൂടെ വന്നിട്ട് അവർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ കുട്ടികൾ ഇങ്ങനെ ഇവിടെ റൈഡ്സിൽ കയറാൻ വേണ്ടിയിട്ട് വേഗം ഓടി വരും. അതുപോലെ തന്നെ ഐസ്ക്രീം, ഗോബി ഇതൊക്കെ കഴിക്കാനാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. മാംഗോ ഫ്ലേവറും പിന്നെ കോട്ടൺ ക്യാൻഡിയുടെയും 2 ഐസ്ക്രീമാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റായിരുന്നു ഐസ്ക്രീം. നല്ല തിരക്കുണ്ടായിരുന്നു ഐസ്ക്രീം ഷോപ്പിൽ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് കുറേ നടന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ എല്ലാവരും ആ കടയിൽ കയറുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചത് അതേ ലൊക്കേഷനിൽ തന്നെയായിരുന്നു പണ്ടും ഐസ്ക്രീം കട ഉണ്ടായിരുന്നത്. എല്ലാ ഇപ്പോൾ ഗോബി ആയാലും കരിക്കായാലും എല്ലാം എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ പ്ലേസിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പണ്ട് 10-15 വർഷം മുന്നേ ഉണ്ടായിരുന്ന അതേ ലൊക്കേഷനിൽ തന്നെയാണ് ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലാണ് എല്ലാ ഷോപ്പും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല തിരക്കാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന നമ്മൾ ഓൾറെഡി ഇതിലൂടെ തന്നെയാണ് നമ്മൾ ആദ്യം വന്നത്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല തിരക്കാണ്. സ്വീറ്റ് കോണൊക്കെ വിൽക്കുന്ന കടയുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ വേണ്ടാന്ന്. കാരണം ഐസ്ക്രീം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറേ നടക്കണം. കുറച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് വേറെ കുറേ ഷോപ്സ് ഉണ്ട്. ഇത് ജൂബിലി മിഷൻ്റെ, തൃശ്ശൂർ ജൂബിലി മിഷൻ്റെ ഒരു എക്സ്പോ നടക്കുന്ന സ്ഥലമാണ്. സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോയി. പിന്നെ എല്ലാത്തിലും അങ്ങനെ കയറാൻ നിന്നില്ല, കാരണം സമയം കുറച്ചായിരുന്നു. പിന്നെ മോനും ക്ഷീണമായി. അപ്പം നമുക്ക് വേഗം ഒന്ന് നടന്ന് തീർത്താൽ മതി എന്നുള്ളൊരിതിലായി. നാഷണൽ ആയുഷ് മിഷൻ്റെ ഒക്കെ ഒരു എക്സ്പോ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒക്കെ. അങ്ങനെ എല്ലാവിധ എക്സ്പോകളും ഷോപ്സും ഒക്കെ നിറഞ്ഞതായിരുന്നു തൃശ്ശൂർ എക്സിബിഷൻ. ഇത് വീണ്ടും തൃശ്ശൂർ എക്സിബിഷൻ്റെ വേറൊരു സെക്ഷനാണ്. ഇതിൽ വീണ്ടും ഈ ചായപ്പൊടികൾ, AVTയുടെയും കണ്ണൻ ദേവൻ്റെയും ഒക്കെ ചായപ്പൊടികളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. ഒട്ടുമല്ലിക്ക് പുറവശത്ത് ഇത്രയും വിശാലമായ പാർക്കിങ്ങുള്ള മറ്റൊരു ഷോപ്പും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് എടുക്കുന്ന 30 സ്റ്റെപ്പെല്ലാം ഫ്രീ ആയിട്ട് കുട്ടികൾക്കും കാണും. ഇവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വൈകിട്ടാവുമ്പോൾ കലാപരിപാടികളൊക്കെ നടക്കാറുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് നേരം പോകുന്ന അറിയില്ല. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്, കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് കുറേ പരിപാടികൾ നടക്കാറുണ്ട്.
ഇപ്പം നമ്മൾ ചെയ്യുന്നത് ISROയുടെ ഒരു എക്സ്പോയ്ക്കാണ്. അത് ഇത്ര നാളായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഇത് കണ്ടില്ലായിരുന്നു. ഇതിനുള്ളിൽ കയറാൻ പറ്റില്ലായിരുന്നു, ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ഇതുണ്ടാവും. അതിൽ ലൂണാർ കോളനിയുടെ ഒരു ഡെമോ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു മോഡലിൽ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ്റെ ഒരു മോഡലാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതൊരു അടുത്ത വ്യവസായത്തിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ചായപ്പൊടിയും ചുക്ക് കാപ്പിയുടെ പൊടിയൊക്കെ വാങ്ങിയായിരുന്നു. പിന്നെ ഇവിടെ കുറേ മുള കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ ഊതിയാൽ പാട്ട് പാടുന്ന കിളികളാണിത്. അത് കുറേ ഉണ്ടായിരുന്നു അവിടെ. നല്ല കളർഫുള്ളായിട്ട് കുറേ കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടുന്ന് ഒരു പമ്പരമാണ് വാങ്ങിയത്. എൻ്റെ അനിയൻ മോനൊരു പമ്പരം വാങ്ങിക്കൊടുത്തായിരുന്നു അവിടുന്ന്. ഈ പണ്ടൊക്കെ അല്ലേ പമ്പരം കിട്ടാറ്. ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ പമ്പരമൊന്നും അധികം പരിചയം ഉണ്ടാവില്ല. അപ്പോൾ മോനത് കണ്ടപ്പോൾ ഇഷ്ടമായി, കണ്ടപ്പോൾ ഒരു അട്രാക്ഷനായി. അപ്പോൾ എന്തായാലും ഒരു പമ്പരം വാങ്ങിക്കൊടുത്തു. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് ആ ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു എക്സ്പോ ആണ്. അവിടെയും കുറേ പേര് കയറുന്നുണ്ട്. പിന്നെ കേരള പോലീസിൻ്റെ ഒരു എക്സ്പോ അവിടെയുണ്ട്. ഇതൊക്കെ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് കേട്ടോ. എല്ലാ വർഷവും ഉണ്ടാവുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇത്. കുറച്ച് നിന്നപ്പോൾ ഇവിടെ ഒരു നീരയുടെ ഷോപ്പുണ്ട്. ഈ നീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ പൂക്കുലയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഒരു പാനീയമാണ്. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ 2 വട്ടവും കുടിച്ചിരുന്നു. ഇപ്പോൾ കുടിക്കാൻ പറ്റാഞ്ഞത് വയറ് ഫുള്ളായിരിക്കുമായിരുന്നു, ഐസ്ക്രീമൊക്കെ കഴിച്ച്. അതുകൊണ്ട് ഇത്തവണ കുടിച്ചില്ല. പക്ഷെ നല്ല എനർജറ്റിക് ആയിട്ടൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ്. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ എക്സിബിഷൻ കംപ്ലീറ്റ് ആയി. ഇതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ടൗണിലുള്ള പിഷാരഡീസിൻ്റെ കടയിൽ കയറി ഒരു സദ്യ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. 200 രൂപയാണ് ഒരു സദ്യക്ക് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അത് വെർത്തായിട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോകാൻ യൂബർ വിളിച്ചു. അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ യൂബർ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന യൂബർ ചേട്ടൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ പുള്ളിക്ക് കറക്റ്റ് വഴിയും കറക്റ്റ് എല്ലാം അറിയായിരുന്നു, കറക്റ്റ് വീട്. പിന്നെ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു. ഞങ്ങൾ അങ്ങനെ യൂബറിൽ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയൊക്കെയാണ് ഗൈസ് വ്ളോഗ്. താങ്ക് യു.